Good morning, teacher. Good morning. Good morning. Good morning, everybody. Good morning, sir. Good morning, teacher. Good morning, Makale. Good morning. കാണുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നിയാണ് കാണുന്നില്ല അല്ലേ? കാണുന്നില്ലടാ? എല്ലാവർക്കും കാണത്തില്ലേ? Good morning, മോളു. Good morning. ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? Yes. Okay then. Now we'll go to a second chapter. Okay? Okay. We will start our second lesson. We have completed the first chapter and now we'll start the second chapter. So, chapter തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ടീച്ചർ ക്ലാസ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. Okay. So, open your textbook and look at it. So, what's the name of our second chapter? നമ്മുടെ രണ്ടാം പാഠത്തിന്റെ പേരെന്താ മക്കളെ? വായിക്കാമോ? അവിടെ ഇരുന്ന് നിങ്ങളൊന്ന് വായിച്ച് നമ്മുടെ രണ്ടാം പാഠം. Yeah, kinds of plants. ആണോ? അങ്ങനെയാണോ? ജുവൽ? Okay. Kinds of plants. എന്താണ് kinds of plants എന്ന് പറഞ്ഞ അർത്ഥം? എന്താണ്? പ്ലാന്റ്സ് എന്താന്ന് നമുക്കറിയാം അല്ലേ? അറിയാമോ? പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമുക്ക് അറിയത്തില്ലേ? നമ്മൾ പഠിച്ചു അല്ലേ? യാ, നമുക്ക് പ്ലാന്റ്സ് അറിയാം. അപ്പൊ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലോ പലതരം സസ്യങ്ങളുണ്ട് അല്ലേ? പലതരത്തിലുള്ള പ്ലാന്റ്സിനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ചില മരങ്ങളുണ്ട്, ചിലത് കുറ്റിച്ചെടികളുണ്ട്, ചിലത് വള്ളിയായിട്ട് കയറി പോകുന്നതുണ്ട് അല്ലേ? ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ ഉണ്ട് അല്ലേ? വൃക്ഷങ്ങള്, ചെടികള്, നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ ചെറിയ ചെറിയ ചെടികൾ നമ്മൾ നട്ടിട്ടില്ലേ? പൂച്ചെടികളൊക്കെ നട്ടിട്ടില്ലേ? അതുണ്ട്. പിന്നെന്താ ഉള്ളത്? പയറൊക്കെ കണ്ടിട്ടില്ലേ? പയറ്, പാവലൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഇങ്ങനെ വള്ളിയായി കയറി പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ തന്നെ നമുക്ക് പലതരം പ്ലാന്റ്സിനെ കാണാനായിട്ട് സാധിക്കും ഇല്ലേ? സാധിക്കാറുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? യെസ്, ഗുഡ്. അപ്പോ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള സസ്യങ്ങളെ കുറിച്ചും ഒക്കെ വൃക്ഷങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ ക്ലാസ്സിനെ. ഓക്കെ, you should listen in the class. Okay. Kinds of plants. Now look at that box. അതിലൊരു ബോക്സ് കൊടുത്തേക്കുന്നുണ്ടോ? Given below are pictures of some parts of a plant. താഴെ കുറച്ച് പാർട്സ് ഓഫ് പ്ലാന്റ് കൊടുത്തേക്കുന്നുണ്ടോ? പിക്ചേഴ്സ് കൊടുത്തേക്കുന്നത് കണ്ടോ നിങ്ങള്? കണ്ടോ? യാ, എന്താ നോക്കിയേ? fill in the blanks to get their names. അവരുടെ നെയിം കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്താ നോക്കിയേ? എന്താണ് ഫസ്റ്റ് വൺ? ലീഫ് ആണല്ലേ? യാ, ലീഫ് ആണ്. ഗുഡ്. അപ്പോ അവിടെ നിങ്ങൾ സ്പെല്ലിംഗ് എഴുതിക്കേ. വിട്ടുപോയ സ്പെല്ലിംഗ്. ലീഫിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയില്ലേ? അറിയാം മക്കളെ? യാ, എഴുതിക്കോളൂ. ലീഫ് എന്നുള്ള സ്പെല്ലിംഗ് അവിടെ കംപ്ലീറ്റ് ആക്കിക്കേ. LE കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സ്പെല്ലിംഗ് രണ്ടെണ്ണം കൂടെ കിട്ടണം അല്ലേ? ഏതൊക്കെയാണ്? യാ, എഴുതിക്കോ.
ലീഫ്. ലീഫിന്റെ സ്പെല്ലിംഗ് എഴുതിക്കോ, കംപ്ലീറ്റ് ആക്കിക്കോ. ഓക്കെ, ലീഫ് എഴുതി അല്ലേ? ഇനി നോക്കിക്കേ മക്കളെ, രണ്ടാമത്തത് എന്താണ്? ഫ്ലവർ ആണല്ലേ? ഫ്ലവർ. ഫ്ലവറിന്റെ സ്പെല്ലിംഗ് അറിയില്ലേ നിങ്ങൾക്ക്? എന്താണ് ഫ്ലവറിന്റെ സ്പെല്ലിംഗ്? ഇവിടെ എഫ് കൊടുത്തിട്ടുണ്ട്, ഒ കൊടുത്തിട്ടുണ്ട്, ഡബ്ല്യു കൊടുത്തിട്ടുണ്ട്. എന്താണ്? കംപ്ലീറ്റ് ചെയ്തേ ഫ്ലവറിന്റെ സ്പെല്ലിംഗ്. FLOWER അല്ലേ? ഫ്ലവർ. എഴുതിയ മക്കളെ? എല്ലാവരും കംപ്ലീറ്റ് ആക്കിയോ? ഫ്ലവറിന്റെ ഒക്കെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം. ഇവിടെ ടീച്ചർ അങ്ങനെ ഒരുപാട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തരാത്തത് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ആപ്പിളിന്റെ പിക്ചർ അല്ലേ കൊടുത്തേക്കുന്നത്? അത് ഏത് പാർട്ടാണ്? അതിന് എന്തെന്നാ ഒരു പാർട്ട്, ഒരു പ്ലാന്റിന്റെ എന്തെന്നാ ആപ്പിളിനെ വിളിക്കണ്ടേ? ഫ്രൂട്ട് അല്ലേ? ഫ്രൂട്ട്. ഫ്രൂട്ട്. അപ്പോ എഫും ആറും ടിയും കൊടുത്തിട്ടുണ്ട് അല്ലേ? രണ്ടെണ്ണം നമ്മൾ ഫില്ല് ചെയ്യണം. ഫ്രൂട്ട്. വാട്ട് ഈസ് ദി സ്പെല്ലിംഗ് ഓഫ് ഫ്രൂട്ട്? ഫ്രൂട്ടിന്റെ സ്പെല്ലിംഗ് അറിയാവുന്നവർ കംപ്ലീറ്റ് ചെയ്തേ. FRUIT അല്ലേ? ചെയ്തു അല്ലേ മക്കളെ? ഓക്കെ, ഗുഡ്. ഇനി നോക്കിക്കേ മക്കളെ, നാലാമത്തെ എന്താണത്? വിത്താണല്ലേ? വിത്തിന് എന്താ നമ്മൾ പറയുന്നേ? സീഡ് അല്ലേ? സീഡ് എന്നാണ് വിത്തിന് പറയുന്നത്. അപ്പോ സ്പെല്ലിംഗ് കൊടുക്കണല്ലോ. SED അവിടെ കൊടുത്തേക്കുന്നത് അല്ലേ? നമ്മൾ ഇനി അവിടെ ഏതാ പൂരിപ്പിക്കേണ്ടത്? ഒരു ഇയും കൂടി എഴുതണം. SEED, സീഡ്. ഓക്കെ, SEED, സീഡ്. ഗുഡ്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ 4 എണ്ണം ഒരു പ്ലാന്റിന്റെ എന്താണ്? പാർട്സ് ആണ് അല്ലേ? പാർട്സ് ഓഫ് എ പ്ലാന്റ് അല്ലേ? ഒരു പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളാണ്. ഇലകളുണ്ട്, പൂക്കളുണ്ട്, പഴങ്ങളുണ്ട്, വിത്തുണ്ട് അല്ലേ? അതാണ് നമ്മളിപ്പോ പഠിച്ചത്. നമുക്ക് നോക്കാം, ലെസണിലേക്ക് നോക്കാം കേട്ടോ. We see many plants around us. Some plants are big, some plants are small. Yeah. As I said in the beginning, when we look around, we see many kinds of plants. അല്ലേ? നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പല തരത്തിലുള്ള പ്ലാന്റ്സിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ മക്കളെ? യെസ്. അപ്പോ എന്താണ് ആ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്നറിയോ? What is something special about these plants? Yeah, some are too big and some are too small. അല്ലേ? ചിലത് നന്നായിട്ട് വലുതും ചിലത് തീരെ ചെറുതുമായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? ഷിഫാന ഫാത്തിമ എന്താണ് ഇവിടെ? എന്താ ഷിഫാന? അൺമ്യൂട്ട് ചെയ്തേ ഷിഫാന. എന്തോ കുറെ നേരിട്ട് കൈപൊക്കി കാണിക്കുന്നെ. എന്തേ? എന്തെങ്കിലും പറയാനുണ്ടോ ഷിഫാനിക്ക്? നീ കൈവക്കി കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു. ഓക്കെ, 2 പ്രാവശ്യം കൈവക്കി കാണിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ പറയാനുണ്ടെന്ന്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോ നമ്മൾ എന്താണ് ഫസ്റ്റ് ലൈനിൽ കണ്ടത്? We see many plants around us. Some plants are big, some plants are small. ആ സെന്റൻസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? Yeah, when we look around, we can see many kinds of plants. So those can be of some are big and some are too small. അല്ലേ? നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സസ്യങ്ങളെ കാണാൻ പറ്റും. ചിലത് നന്നായിട്ട് വലുതും ചിലത് എന്നാൽ തീരെ ചെറുതുമായിട്ടാണ് ഉള്ളത്. അപ്പോ ഇനി നോക്കിയേ, ട്രീ. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ട്രീ. ട്രീ എന്ന് പറഞ്ഞ എന്താ?
know about tree? മരങ്ങളാണ് അല്ലേ? Can you give me the names of some trees? കുറച്ച് ട്രീകളുടെ പേര് പറയാൻ പറ്റുമോ? Yeah. മിൻഹാജ് പറയും. Okay, മിൻഹാജ് പറഞ്ഞു. Unmute yourself. പറ. അൺമ്യൂട്ട് ആയില്ല. അൺമ്യൂട്ട് ആക്കുമോനെ. പറയൂ. Mango tree, coconut tree. Yeah, good. Mango tree and coconut tree, he said. അപ്പോ എന്താണ് ഈ മാംഗോ ട്രീയുടെ ഒക്കെ പ്രത്യേകത? നമുക്കൊന്ന് കാണാം. A tree is a big and tall plant. Tall ആണല്ലേ? ട്രീക്ക് നല്ല ഉയരമുണ്ട് അല്ലേ? ഉണ്ടോ? Yes, tree is very tall. And then it has many branches. അതിന് ഒരുപാട് ശിഖരങ്ങളുണ്ട്. ഉണ്ടോ? മാംഗോ ട്രീ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അതിന് നല്ല ഉയരമുണ്ട്, അതിന് ഒരുപാട് കമ്പുകളുണ്ട് അല്ലേ? ശിഖരങ്ങളുണ്ട്. Then a tree has a hard and strong stem called the trunk. എന്ത് പറയുന്നത്? A tree has a hard and strong stem. Stem എന്ന് പറഞ്ഞാൽ എന്താ? തണ്ടാണ്, തണ്ട്. ഓക്കെ, ആ മരത്തിന്റെ തണ്ട്. അപ്പൊ മരത്തിന് നമ്മൾ ഒരിക്കലും സ്റ്റെം എന്ന് പറയത്തില്ല. മരത്തിന് ട്രങ്ക് ആണ്. ആ സ്റ്റെമ്മിന് ട്രങ്ക് എന്നാണ് വിളിക്കുന്നത്. ആ തടി ഭാഗത്തിന് ട്രങ്ക് എന്ന് അറിയപ്പെടും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്കൊരു മാംഗോ ട്രീയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? അതിൽ ട്രങ്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? കണ്ടോ മക്കളെ? യെസ്, നിങ്ങൾ കണ്ടു. എടുക്ക. ഗുഡ്. അപ്പോ ശ്രദ്ധിച്ചോണേ, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ. അപ്പൊ a tree is a big and tall plant. It has many branches. ട്രീയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് ടോൾ ആണ്, അതോടൊപ്പം എന്താണ്? ഇറ്റ് ഹാസ് മെനി ബ്രാഞ്ചസ്. അതിന് ഒരുപാട് ശിഖരങ്ങളുണ്ട്. പിന്നെയോ a tree has a hard and strong stem called the trunk. അപ്പോ ട്രീയുടെ തണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രങ്ക്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഹാർഡ് ആണ്, ഒപ്പം തന്നെ സ്ട്രോങ്ങും ആണ് അല്ലേ? മാംഗോ ട്രീയുടെ ഒക്കെ ആ തടി നല്ല സ്ട്രോങ് അല്ലേ? അത് ആണോ? നല്ല ഹാർഡ് ആണ് അല്ലേ? നല്ല ഹാർഡും ആണ്, നല്ല സ്ട്രോങ്ങും ആണ്. നല്ല വണ്ണവും വണ്ണവും ഒക്കെ അതിനുണ്ട്. നമ്മളൊന്ന് ഒടിക്കാൻ നോക്കിയാലൊക്കെ അത് ഒടിയുവോ? ഇല്ല അല്ലേ? അത് നല്ല സ്ട്രോങ് ആണത്. അപ്പോ ട്രീയുടെ ട്രങ്ക് നല്ല സ്ട്രോങ് ആണ്. ദെൻ അപ്പൊ മറന്നു പോവരുത്, ട്രീയുടെ ആ സ്റ്റമ്മിന്, ആ തണ്ടിന് നമ്മൾ ട്രങ്ക് എന്നാണ് വിളിക്കുന്നത്. മാംഗോ, നീം ആൻഡ് ബനിയൻ ആർ ട്രീസ്. അപ്പോ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ട്രീസിന്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. മാംഗോ, നീം ആൻഡ് ബനിയൻ ആർ ട്രീസ്. Most trees can live for hundreds of years. അപ്പോ എത്ര നാളത്തേക്കൊക്കെ ഉണ്ടാവും? ഒരു ട്രീ ഒരു 100 years വരെ നിലനിൽക്കും. ഉണങ്ങിയൊന്നും പോവാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു 100 years വരെയാണ് അതിന്റെ ആയുസ്, ഒരു ട്രീയുടെ ലൈഫ് ടൈം. ഓക്കെ, ഈ പാരഗ്രാഫിന്റെ മക്കൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ മക്കളെ? ഓക്കെ, ഒരു പ്രാവശ്യം ടീച്ചർ വായിക്കാമേ. നന്നായി ശ്രദ്ധിച്ചിരിക്കണേ കേട്ടോ. Tree. A tree is a big and tall plant. It has many branches. എന്താണ് പറയുന്നത് ട്രീയെ കുറിച്ച്? Tree is a big and tall plant. ബിഗ് ആണ് അല്ലെ? ടോളും ആണ്. Then it has many branches. അതിന് ഒരുപാട് ശിഖരങ്ങളുണ്ട്. Then a tree has a hard and strong stem called the trunk. അപ്പോ ആ ട്രീയുടെ ആ തണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രങ്ക്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് ഹാർഡ് ആണ്, ഒപ്പം തന്നെ നല്ല സ്ട്രോങ്ങും ആണ്. Then മാംഗോ, നീം ആൻഡ് ബനിയൻ ആർ ട്രീസ്. അപ്പോ കുറച്ച് എക്സാമ്പിൾസ്, ട്രീസിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നേക്കുന്നതാണ് മാംഗോ, നീം ആൻഡ് ബനിയൻ ട്രീ.
മോസ്റ്റ് ട്രീസ് ക്യാൻ ലീവ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. അപ്പോ മിക്കവാറും എല്ലാ ട്രീകളും എല്ലാ മരങ്ങളും ഒരു ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് വരെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു ലൈഫ് ടൈം ആണ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് അല്ലെ. ഒരു 100 വർഷം വരെ അതിന് നിലനിൽക്കാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ ഒരു ട്രീക്ക്. ഓക്കെ, ആ ഒരു ഭാഗം എല്ലാവർക്കും മനസ്സിലായില്ലേ മക്കളെ? ഫർഹ ഫാത്തിമ, ഉറക്കം വരുന്നുണ്ടോ മോളെ? മനസ്സിലാവുന്നില്ലേ മോക്ക്? ഓക്കെ ഓക്കെ മക്കളെ, എന്റെ മക്കൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാതെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവക്കെ ടീച്ചറിനെ കാണിക്കണേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവാം അല്ലേ? Shall we go to the second one? Are you ready? ട്രീയെ കുറിച്ച് മനസ്സിലായില്ലേ നമുക്ക്? നമുക്കിനി അടുത്തതിലേക്ക് പോവാം അല്ലേ? യെസ്, ഗുഡ്. അനക സുരേഷ്. അനകയിൽ ടീച്ചർ റെസ്പോൺസ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് ടീച്ചർ വിളിച്ചത് കേട്ടോ. ഓക്കെ ഓക്കെ മോള്. അടുത്ത ഷെർബ്. ഷെർബ്, ഷെർബ്സ് എന്നൊക്കെ പറയും. ഷെർബ് എന്ന് പറഞ്ഞ എന്താ? കുറ്റിച്ചെടി കേട്ടോ. ഷെർബ്സ് എന്ന് പറഞ്ഞ കുറ്റിച്ചെടി. നമ്മൾ ആദ്യം ട്രീസിനെ കുറിച്ച് പഠിച്ചു. ട്രീ, മരങ്ങൾ, വലിയ മരങ്ങളെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ കുറ്റിച്ചെടി. കുറ്റിച്ചെടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പൊക്കമൊന്നും വയ്ക്കത്തില്ല, ഒരുപാട് ഉയരത്തിലൊന്നും പോകുകയല്ല, ചെറുതായിട്ട്. നമ്മുടെ വീടിനെ വേണ്ടിയിട്ട് ചെറിയ റോസ ഒക്കെ കണ്ടിട്ടുണ്ടോ? റോസ ചെടിയൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ കുറ്റിച്ചെടിയാ, ഒരുപാട് പൊങ്ങി പോകത്തില്ല. അതുപോലെ എന്താണ് തുളസി, തുളസിയൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഒരുപാട് വലിയ മരം പോലെ ആവുമോ? ഇല്ല, അതൊക്കെ കുറ്റിച്ചിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ കുറ്റിച്ചെടിക്ക് നമ്മൾ പറയുന്നതാണ് ഷെർബ്. നോക്കുക, a shrub is smaller than a tree. ഒരു മരത്തെ സംബന്ധിച്ചിടത്തോളം, മരത്തെ വെച്ച് നോക്കുമ്പോൾ അതേക്കാൾ നന്നായിട്ട് ചെറുതാണ് ഒരു shrub എന്ന് പറയുന്നത്. It has a thin and hard stem. അപ്പൊ അതിന്റെ സ്റ്റെം, അപ്പൊ ട്രീയുടെ സ്റ്റെമ്മിൽ നമ്മൾ പറയുന്നത് എന്തായിരുന്നു മക്കളെ? ട്രങ്ക് എന്നായിരുന്നു പറയുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഷെർബിൻ്റെത് സ്റ്റെം തന്നെയാണ്. അപ്പൊ ആ ഷെർബിന്റെ സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിന്നാണ്, വണ്ണം കുറവാണ് അല്ലെ. അതോടൊപ്പം ഹാർഡുമാണ്. വണ്ണം കുറവാണ്, എന്നാൽ നല്ല ബലമുണ്ട് അല്ലെ. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന റോസയൊക്കെ നോക്കിക്കേ, അതിന്റെ തണ്ട് അല്ലെ വണ്ണം കുറവാണ്, നമ്മുടെ കൈവിരലിന്റെ വണ്ണമൊക്കെ കാണത്തുള്ളൂ അല്ലെ. എന്നാൽ തീരെ ബലമില്ലാത്ത ഒന്നുമല്ല, അതിന് അത്യാവശ്യം ബലമുണ്ട് അല്ലെ. നമ്മൾ ജസ്റ്റ് ഓടിക്കണമെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മൾ ബലം പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് അത് ഒടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ? അല്ലേ സയാന്? ആണോ സയാൻ? യെസ്, ഓക്കെ. അപ്പോ ഇറ്റ് ഹാസ് മെനി ബ്രാഞ്ചസ്. അപ്പോ ഈ ഷെർബ്സിനും ഒരുപാട് ശിഖരങ്ങളുണ്ട്. ഈ കുറ്റിച്ചെടികൾക്കും ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉണ്ട്. ദെൻ റോസ്, ഹെബിസ്കസ് ആൻഡ് കോട്ടൺ പ്ലാന്റ് ആർ ഷെർബ്സ്. അപ്പോ റോസ് അല്ലെ, ടീച്ചർ പറഞ്ഞു നമ്മുടെ മുറ്റത്തുള്ള റോസച്ചെടി. അപ്പൊ അതും ഹെബിസ്കസ് എന്താണ്? ചെമ്പരത്തി അല്ലെ. ചെമ്പരത്തിയുടെ നിങ്ങളുടെയൊക്കെ വീട്ടില്? അതും എന്താണ്? ഒരു കുറ്റിച്ചെടിയാണ് അല്ലെ, ഷെർബ്സിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെ പരുത്തി, കോട്ടൺ പ്ലാന്റ്, അതൊക്കെ ഷെർബ്സ് ആണ്. മോസ്റ്റ് ഷെർബ്സ് ലീവ് ഫോർ മെനി ഇയേഴ്സ്. ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഒന്നും അല്ലെങ്കിലും ഒരുപാട് വർഷം എന്ത് നിലനിൽക്കുന്നുണ്ട്? ഈ ഷെർബ്സും നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായ മക്കളെ? ഷെർബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടിയാണ് അല്ലെ. ഒരുപാട് ഉയരത്തിലൊന്നും പോകത്തില്ല, പിന്നെയോ ഒരുപാട് വണ്ണമൊന്നും വെക്കുകയല്ല. അപ്പൊ അതിന്റെ സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിന്നാണ്. ഒപ്പം തന്നെ തിൻ ആൻഡ് ഓൾസോ നല്ല ഹാർഡാണ്. വണ്ണം കുറവാണെങ്കിലും ബലം തീരെ കുറവൊന്നും അല്ല, അത്യാവശ്യം ബലമൊക്കെ അതിനുണ്ട്. പിന്നെയോ അതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ദെൻ അടുത്തെന്താണ്? അതിനുള്ള എക്സാമ്പിൾസ് ആണ് റോസ്, ഹെബിസ്കസ് ആൻഡ് ദ കോട്ടൺ പ്ലാന്റ്. പിന്നെ ഈ മോസ്റ്റ് ഷെർബ്സ് ലീവ് ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷം ഇത് നിൽക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ വീട്ടിൽ നമ്മള് ചെമ്പരത്തി, ഹെബിസ്കസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറെ നാൾ നിൽക്കും അല്ലെ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? യെസ്, ഗുഡ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ പഠിച്ച രണ്ട് ഭാഗങ്ങളെ കുറിച്ചാ അല്ലെ. രാജ ടീച്ചർ ഒന്ന് പറയാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഏതാ നമ്മൾ ആദ്യം പഠിച്ചത്? എന്തിനെ കുറിച്ചാ? കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് നമ്മൾ ആദ്യം പഠിച്ചത് ഏതിനെ കുറിച്ചാ മക്കളെ? ട്രീസിനെ കുറിച്ചാ അല്ലേ? ട്രീസ്. ഓക്കെ, രണ്ടാമത് നമ്മള് ഷെർബ്സിനെ കുറിച്ച് പഠിച്ചു. എന്താണ് ട്രീസിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളാണ് ട്രീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ.
ട്രീ ബിഗ് ആണ് അല്ലെ, ബിഗ് ആൻഡ് ടോൾ പ്ലാന്റ് ആണ്. പിന്നെയോ അതിനൊരു ഹാസ് മെനി ബ്രാഞ്ചസ്. ദെൻ അതിന്റെ സ്റ്റെമ്മിന് നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ട്രങ്ക് എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ട്രങ്കിന്റെ പ്രത്യേകത? അത് ഹാർഡ് ആണ്, അതുപോലെ സ്ട്രോങ്ങും ആണ്. അനീറ്റ ഫിലിപ്പ് എന്താ മോളെ അവിടെ ചെയ്യുന്നേ? ഓക്കെ. പിന്നെ നമ്മൾ ട്രീസിനെ കുറിച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു? മാംഗോ, നീം ആൻഡ് ബനിയൻ ട്രീസ് ഒക്കെയാണ് നമ്മൾ ഇതിന് എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ട്രീസ് ഒരു 100 years വരെ ഇത് നിലനിൽക്കും. ഇതിന് വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു 100 years വരെ ഇത് നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ച കാര്യമാണ് ഷേർബ്സ് അല്ലെ? എന്ന് പറഞ്ഞ എന്താണ് മക്കളെ? ഷേർബ് എന്ന് പറഞ്ഞ കുറ്റിച്ചെടി അല്ലെ? അപ്പൊ നമ്മള് കുറ്റിച്ചെടിയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? ഇപ്പോ എന്തൊക്കെയാ മക്കളെ നമ്മൾ പഠിച്ചത്? ഷേർബ് ഈസ് സ്മോളർ ദാൻ എ ട്രീ അല്ലെ? ഒരു ട്രീയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോ ഷേർബ് ചെറുതാണ്. പിന്നെയോ ഇറ്റ് ഹാസ് തിൻ ആൻഡ് ഹാർഡ് സ്റ്റെം. അതിന്റെ തണ്ടിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? തിന്നാണ് അല്ലെ? വണ്ണം കുറവാണ്, എന്നാല് അത്യാവശ്യം എന്താണ് ബലമുണ്ട് അതിന്റെ സ്റ്റെമ്മിന്. ഓക്കെ. പിന്നെ നമ്മൾ എന്താ മക്കളെ പഠിച്ചത്? ഇറ്റ് ഹാസ് മെനി ബ്രാഞ്ചസ്. ഷേർബ്സിനും ഒരുപാട് ശിഖരങ്ങൾ ഉണ്ട്. Then rose, hibiscus and the cotton plant are shrubs. അപ്പൊ ഷേർബ്സിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? റോസ് പറഞ്ഞു, ഹൈബിസ്കസ് പറഞ്ഞു, ആൻഡ് കോട്ടൺ പ്ലാന്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് മോസ്റ്റ് ഷേർബ്സ് ലീവ് ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷം. ട്രീസിന് നമ്മൾ പറഞ്ഞു ട്രീസ് ലീവ് ഫോർ hundreds of years എന്ന് പറഞ്ഞു. എന്നാൽ ഷേർബ്സിലേക്ക് വന്നപ്പോഴേക്കും ഷേർബ്സ് ലീവ് ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷം, hundreds of years ഒന്നും ഇല്ല, എങ്കിലും കുറച്ച് വർഷങ്ങൾ ഇത് നിലനിൽക്കുമെന്ന് പറഞ്ഞു. ഓക്കെ. സോ നമുക്ക് അടുത്തത് നോക്കാം. ഷാൽ വി? ഹേർബിലേക്ക് പോവാം. നമുക്ക് ഹേർബ്സിനെ കുറിച്ച് പഠിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? യെസ്, മനസ്സിലായ മക്കളെ? എല്ലാം ടീച്ചർക്ക് ഒന്ന് തന്നെ. മുഹമ്മദ് ബീവി? ഓക്കെ. ഓക്കെ, യെസ്, ഗുഡ്. ഓക്കെ മക്കളെ, ഗുഡ്. ഇനി നമുക്ക് ഹേർബ് നോക്കാം. ഹേർബ്സ് എന്താണ് മക്കളെ? ഹേർബ് എന്ന് പറഞ്ഞ സസ്യം. ഹേർബ്സ് എന്ന് പറഞ്ഞ സസ്യങ്ങളാണ് കേട്ടോ. കുറ്റിച്ചെടികള് ഇപ്പൊ ഹേർബ്സ് എന്ന് പറഞ്ഞ സസ്യങ്ങള്. ഓക്കെ, കുറ്റിച്ചെടികളെക്കാൾ കുറച്ചും കൂടെ ചെറുത്. അപ്പൊ നോക്കാം. ഹേർബ് ഈസ് സ്മോളർ ദാൻ എ ഷേർബ്. ടീച്ചർ പറഞ്ഞതുപോലെ ഷേർബ്സിനേക്കാൾ ചെറുതാണ് ഏത്? ഈ ഹേർബ്. ഹേർബ്സ് എന്ന് പറയുന്നത് സസ്യങ്ങളാണ്. കുറ്റിച്ചെടികളെക്കാൾ ചെറുതാണ് ഇവര്. പിന്നെയോ ഇറ്റ് ഹാസ് എ സോഫ്റ്റ് സ്റ്റെം. ഇതിന്റെ തണ്ടിന്റെ പ്രത്യേകത, ഇതിന്റെ തണ്ട് സോഫ്റ്റ് ആണ്. നമ്മൾ ഒടിച്ചാൽ ഒടിഞ്ഞു വരും പെട്ടെന്ന് അല്ലെ? പക്ഷെ ഷേർബ്സിന്റെ സ്റ്റെമ്മിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഷേർബ്സിന്റെ സ്റ്റെം എങ്ങനെയായിരുന്നു? അത് തിന്നാണ്, വണ്ണം കുറവാണെങ്കിലും സ്ട്രോങ് ആയിരുന്നു അല്ലെ? ഹാർഡ് ആയിരുന്നു. പക്ഷെ ഹേർബ്സിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ കണ്ടു ഇവരുടെ സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്താണ്? ഇവരുടെ സ്റ്റെം സോഫ്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ അത് പൊട്ടി പോരും. അങ്ങനെയാണ് ഇതിന്റെ സ്റ്റെം ഉള്ളത്. Some herbs grow in summer, some herbs grow in winter. അപ്പോൾ ഈ ഹെർബ്സിലേക്ക് പറയുമ്പോഴേക്കും ഇവരിൽ ചില ആൾക്കാര് സമ്മർ സീസണിലും ചില ആൾക്കാർ വിന്റർ സീസണിലും മാത്രം കാണപ്പെടുക. സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചൂടുകാലം അല്ലെ? ചിലര് ചൂടുകാലത്തും ചിലരെ തണുപ്പ് കാലത്തും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നത്. Then tomato, tulsi and spinach are herbs. ടൊമാറ്റോ അല്ലെ? തക്കാളി പ്ലാന്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? തക്കാളിയുടെ ചെടി കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീടുകളിൽ കാണാറുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ തണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ഒടിച്ചാൽ ഇങ്ങോട്ട്. അപ്പൊ അത്ര വലിയ ഹാർഡ് ഒന്നുമല്ല. ഓക്കെ. അപ്പൊ പിന്നെ പറഞ്ഞത് തുളസി ആൻഡ് സ്പിനാച്ച്. തുളസിയും സ്പിനാച്ചും ഒക്കെ ഈ ഹെർബ്സിൽ വരുന്ന ആൾക്കാരാണ്. Then herbs will live only for few months. ഇവര് കുറച്ച് മാസങ്ങളോളം മാത്രമേ നിൽക്കത്തുള്ളൂ. അല്ലെ? ടൊമാറ്റോ ഒക്കെ നമുക്കൊരു 2 വർഷത്തേക്കൊക്കെ നിൽക്കുവോ? ടൊമാറ്റോ പ്ലാന്റ് ഒക്കെ ഇല്ല അല്ലെ? തക്കാളിയുടെ ചെടിയൊക്കെ 2 വർഷത്തോളം നിൽക്കുന്നുണ്ടോ? ഇല്ല, കുറച്ച് സമയമുള്ളൂ അല്ലെ? ഒരു ട്രിപ്പ് അതിന്റെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്വയം നശിച്ചു പോവുക ചെയ്യുന്നത്. അപ്പോ ഇറ്റ് can live for a few months. ഓക്കെ. അപ്പോ ഹെർബ്സ് എന്ന് പറഞ്ഞാൽ സസ്യമാണ്. ഷേർബ്സിനേക്കാൾ കുറച്ചും കൂടെ ചെറിയ ആൾക്കാർ. ഓക്കെ. അപ്പോ ഹെർബ്സ്
ഇറ്റ് ഹാസ് എ സോഫ്റ്റ് സ്റ്റെം. അവരുടെ സ്റ്റെമ്മിന്റെ പ്രത്യേകതയാണ് സോഫ്റ്റ് ആണ്. നമ്മൾ കൈകൊണ്ട് തന്നെ അങ്ങ് അടിച്ചാൽ അതിങ്ങ് പെട്ടെന്ന് ഒടിഞ്ഞു പോരും. അപ്പോ എന്താണ് അവർ കുറച്ച് ഷേർബ്സ്, ചില ഷേർബ്സിനെ നമുക്ക് സമ്മറിലും ചിലരെ നമുക്ക് വിന്ററിലുമാണ് കാണുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ടൊമാറ്റോ, തുളസി, സ്പിനാച്ച്. സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചീരയാ കേട്ടോ. ചീര. ചീരയില്ലേ? കണ്ടിട്ടുണ്ടോ ചീര? കഴിച്ചിട്ടുണ്ടോ ചീര? ചീര കഴിച്ചിട്ടുണ്ട്. അപ്പൊ ചീരയുടെ സ്റ്റെമ്പ്, ചീര ഇങ്ങനെ പൊട്ടിച്ചെടുത്താ പൊട്ടിപ്പോരും അല്ലേ? ഇല്ലേ? ചീരയൊക്കെ കഴിക്കില്ലേ നിങ്ങള്? ഇലക്കറികൾ കഴിക്കില്ലേ? ഇലക്കറികൾ കഴിക്കണം കേട്ടോ. നമ്മുടെ കണ്ണിനൊക്കെ നല്ല കാഴ്ച കിട്ടാനൊക്കെ ഇലക്കറികൾ ഒത്തിരി സഹായിക്കും. അപ്പൊ ചീരയൊക്കെ ഈ ഹേർബ് ആണ്. അതിന്റെയൊക്കെ തണ്ട്, അതിന്റെയൊക്കെ സ്റ്റെം വളരെ സോഫ്റ്റ് ആണ്. നമ്മൾ പൊട്ടിച്ചാൽ അതിന് പൊട്ടി പോരും. അപ്പോ ഇവര് ഈ ഹെർബ്സ് ലീവ് ഓൺലി ഫോർ എ ഫ്യൂ മന്ത്സ്. കുറച്ച് മാസങ്ങൾ മാത്രമേ ഇതിനായുസുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇവര് മക്കൾക്കെല്ലാം മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? യാ. ടീച്ചർ ഇന്ന് ഹെർബ്സ് വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. അവിടെ വരെ മാത്രമേ ടീച്ചർ പഠിപ്പിക്കുന്നുള്ളൂ. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ. ഹെർബ്സ് വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ. അവിടെ നമുക്ക് ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുത്തേ. ആ ഹെർബ്സിന്റെ അവിടെ ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുത്തേ. ടെക്സ്റ്റ് ബുക്കിൽ ഇന്നത്തെ ഡേറ്റ് എഴുതി വെച്ചേ. എല്ലാ മക്കളും എഴുതിക്കേ. ഹെർബ്സിന്റെ അടുത്ത് അവിടെ ഇന്നത്തെ ഡേറ്റ് എഴുതി വെച്ചേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എല്ലാ മക്കളും എഴുതി വെക്കണം ഇന്നത്തെ ഡേറ്റ്. ഓക്കെ മക്കളെ. അപ്പൊ ഒരു പ്രാവശ്യം ടീച്ചർ ഒന്ന് ആദ്യം മുതൽ ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചെന്ന് അല്ലെ. നമ്മൾ ഫസ്റ്റ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇന്ന് ബിഗിൻ ചെയ്തു അല്ലെ. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരെന്താ മക്കളെ? കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ്. പലതരത്തിലുള്ള പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ രണ്ടാം പാഠത്തില് പഠിച്ചത് അല്ലെ. അതിനകത്ത് നമ്മൾ ഇന്ന് 3 കാര്യങ്ങളെ കുറിച്ച്, 3 ഗ്രൂപ്പ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ. 3 തരത്തിലുള്ള 3 കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ച് നമ്മളിപ്പോ പഠിച്ചു. ഫസ്റ്റ് വൺ ആയിരുന്നു ട്രീ അല്ലെ. ട്രീ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ ട്രീയുടെ പ്രത്യേകതകൾ എന്താണ്? ഇത് നല്ല ടോൾ ആണ്, അതുപോലെ ബിഗ് ആണ്. പിന്നെയോ ഇതിന്റെ ട്രങ്ക്, ഇതിന്റെ സ്റ്റമ്മിന് നമ്മൾ വിളിക്കുന്നതാണ് ട്രങ്ക് എന്ന് വിളിക്കുന്നു. അത് ഹാർഡ് ആണ്, അതോടൊപ്പം സ്ട്രോങ്ങും ആണ്. Then we saw the examples for trees അല്ലെ. ട്രീസിനെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു. മാംഗോ ട്രീ, നീം ട്രീ ആൻഡ് ബനിയൻ ട്രീ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ മോസ്റ്റ് ഓഫ് ദ ട്രീസ് ക്യാൻ ലീവ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് അല്ലെ. ഈ ട്രീസിനൊക്കെ ഒരു 100 വർഷത്തോളം ഒക്കെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് നമ്മൾ ട്രീസിനെ കുറിച്ച് പഠിച്ചത്. പിന്നെ നമ്മൾ ഷേർബ്സിനെ കുറിച്ച് പഠിച്ചു. ഷേർബ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടിയെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ എന്താണ് ഷേർബ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? അവര് ട്രീസിനെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ ട്രീസിനേക്കാൾ ചെറുതാണ് ഷേർബ്സ്. പിന്നെയോ അവരുടെ സ്റ്റെമ്മിന്റെ പ്രത്യേകത, അവരുടെ തണ്ട് നല്ല എന്താണ് കനം കുറഞ്ഞതാണ്, വണ്ണം കുറഞ്ഞതാണ്. അപ്പോ വണ്ണം കുറഞ്ഞതാണെങ്കിൽ പോലും അത്യാവശ്യം ഹാർഡാണ് അവരുടെ സ്റ്റെം അല്ലെ. നമ്മളിങ്ങനെ കൈകൊണ്ട് പെട്ടെന്ന് പൊട്ടിച്ചാലൊന്നും പൊട്ടി പോരത്തില്ല. Then it has many branches. ഇവർക്കും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെയോ ഇതിന് നമ്മൾ എക്സാമ്പിൾസ് കണ്ടു. റോസ്, ഹിബിസ്കസ് ആൻഡ് കോട്ടൺ ആർ ദ എക്സാമ്പിൾസ് ഫോർ ഷേർബ്സ് അല്ലെ. പിന്നെയോ ഇവര് lives for many years. ഒരുപാട് 3-4 വർഷമൊക്കെ ഇവർക്കും നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കണ്ടത് മക്കളെ ഹെർബ്സിനെ കുറിച്ചാണ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ സസ്യം, ഈ ഷേർബ്സിനേക്കാൾ ചെറുതാണ്. Then a herb is smaller than a shrub അല്ലെ. ഹെർബ്സ് ഷേർബ്സിനേക്കാൾ ചെറുതാണ്. പിന്നെയോ അവരുടെ സ്റ്റെമ്മിന്റെ പ്രത്യേകത, അവരുടെ തണ്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു? അത് സോഫ്റ്റ് ആണ് അല്ലെ. നമുക്കിങ്ങനെ പൊട്ടിച്ചെടുത്താൽ പെട്ടെന്ന് പൊട്ടിപ്പോരും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ചീരയും ടൊമാറ്റോ അല്ലെ, തക്കാളിച്ചെടിയും തുളസിയും ഒക്കെ ഈ ഹെർബിന്റെ എക്സാമ്പിൾസ് ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഹെർബ്സ് ലീവ് ഓൺലി ഫോർ ഫ്യൂ മന്ത്സ്. കുറച്ച് മാസങ്ങളോ മാത്രമേ ഇവയ്ക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മുടെ ടൈം ഓൾസോ ഈസ് സംവാട്ട് ഗോയിങ് ടു എൻഡ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മക്കൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്. യെസ്. അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി അല്ലേ മക്കളെ? അപ്പോ ഓക്കെ. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. എന്താണെന്നറിയോ?
നമ്മൾ ഇന്ന് പഠിച്ച ഭാഗം ഒരു 2 പ്രാവശ്യം വായിക്കണം. വായിക്കില്ലേ എല്ലാവരും? വായിക്കും മക്കളെ? റീഡ് 2 times. അവിടെ നിന്ന് എഴുതി വെച്ചോ, ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. HW എന്നിട്ടിട്ട് റീഡ് 2 times എന്ന് എഴുതും. ടെക്സ്റ്റ് ബുക്കില് നമ്മൾ ഇന്ന് എടുത്തിടം വരെ മതി, ഹെർബ്സ് വരെ മതി. HW ഹോംവർക്ക് എന്നിട്ട് അവിടെ റീഡ് 2 times. Read 2 times. ഇനി അടുത്ത നമ്മുടെ ക്ലാസ്സിൽ ഇവിടെ ശ്രദ്ധിച്ച് മക്കളെ ഒരു കാര്യം ടീച്ചർ പറയട്ടെ. അടുത്ത EVSന്റെ ക്ലാസ്സിൽ ടീച്ചർ ഒരു എക്സാം ഇട്ടോട്ടെ നിങ്ങൾക്ക്, 1ാം പാഠത്തിന്റെ. അടുത്ത EVS ക്ലാസ്സിലെ ടീച്ചർ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഇട്ടോട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സയാൻ, ആർ യു റെഡി? അടുത്ത ക്ലാസ്സിൽ എക്സാം എഴുതുമോ? യെസ്. അപ്പോ അടുത്ത ദിവസത്തെ ക്ലാസ്സില് ടീച്ചർ എക്സാം ഇടും കേട്ടോ. 1ാം പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കേട്ടോ. ലെസൺ നന്നായിട്ട് വായിക്കണം. ലെസന്റെ അകത്തുനിന്ന് ടീച്ചർ ക്വസ്റ്റ്യൻ തരും. ഓക്കെ മക്കളെ, റെഡി അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അമന്ന, ഡൗട്ട് ഉണ്ടോ മോളെ? അമന്നയ്ക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ ഹോംവർക്ക് ടീച്ചർ പറഞ്ഞത് ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങള് 2 പ്രാവശ്യം ഒന്ന് വായിക്കാനും, പിന്നെ പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ 1ാം പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ടീച്ചർ എക്സാം ഇടും, ടെസ്റ്റ് ഇടും കേട്ടോ. അപ്പോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ലെസൺ നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് സൈഡിലുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാത്രമായിരിക്കത്തില്ല, ലെസന്റെ അകത്തുനിന്നും ടീച്ചർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ തരും. അപ്പോ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ മക്കളെ. റെഡി അല്ലേ? Yes, you are ready. Yeah. So if you have anything to ask me, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ടീച്ചറോട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോ. ഒന്ന് കൈപ്പൊക്കി ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ, ആർക്കും പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. എല്ലാവർക്കും എന്താണ് ഷിഫാന ഫാത്തിമ, ഡൗട്ടാണോ? അൺമ്യൂട്ട് ചെയ്തേ. എന്തേ? എന്തേ? ആ വായിച്ചോ. ഓക്കെ, അപ്പൊ വേറെ മക്കൾക്ക് ആർക്കും ഡൗട്ട് ഒന്നുമില്ല. എല്ലാ മക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. Then shall we wind up? നമ്മുടെ സമയം കഴിയാറായി. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ആക്കിയാലോ? ഓക്കെ മക്കളെ. So see you in the next class. Okay, bye.